വിവോയുടെ വിവോ V50e എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു ലോഞ്ച് ടൈമിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V50e എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6.77 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അമോലെഡ് ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഇതിൽ കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ 4 ഭാഗത്തും ചെറിയ കർവേച്ചറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഈ ഒരു ഫോണിൻ്റെ വില 25,000 to 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് എന്ന് പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. IP6869 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. മികച്ചൊരു IP റേറ്റിംഗും ഇതിൽ വരുന്നതായിരിക്കും. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ വരുള്ളൂ. ഇപ്പം 25,000-30,000 രൂപ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ച പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കില്ല ഇത്. പിന്നെ വിവോയുടെ V സീരീസിൽ പൊതുവേ അങ്ങനെയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ബെസ്റ്റ് പ്രോസസ്സറൊന്നും നമുക്ക് ലഭിക്കാറില്ല. അപ്പം ഈ ഒരു ഫോണിലും അത്ര മികച്ചൊരു പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ട് വന്നോളണം എന്നില്ല. പിന്നെ 5G സപ്പോർട്ടൊക്കെ ഇതിലുണ്ടാവുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 8GB റാം വരെയും 256GB ഇന്റേണൽ വരെയും വന്നേക്കാം. Android 15 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാപിക്സലിന്റെ സോണി IMX882 മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. ഇതിൽ OSന്റെ സപ്പോർട്ട് വരുന്നതായിരിക്കും. പിന്നെ 8 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരും. ഫ്രണ്ടിൽ 50 മെഗാപിക്സലിൽ സെൽഫി ക്യാമറ വന്നേക്കാം. അപ്പോൾ തരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിൽ 5600 mAh ബാറ്ററി ഇതിൽ വരും. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നതായിരിക്കും. നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിന്റെ സഫയർ ബ്ലൂ അതുപോലെ തന്നെ പേൾ വൈറ്റ് എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ April 1st വീക്ക് തന്നെ ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യും എന്നാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 25,000 to 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോണിന്റെ വില വന്നേക്കാം. നമ്മൾ ഒരു 28,000 29,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും നല്ല ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇതിൽ വന്നേക്കാം. തരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നതായിരിക്കും. പ്രോസസ്സർ അത്ര മികച്ചത് ആയിക്കൊള്ളണം എന്നില്ല. പിന്നെ ഓഫ്ലൈൻ ഫോൺ ആയിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുക. അതായത് മെയിൻ സെയിൽ പുറത്ത് ഷോപ്പുകളിലായിരിക്കും നടക്കുക. എന്തായാലും വിവോയുടെ വിവോ V50e 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.